ഇത് ഗോദി മീഡിയ ഇന്ത്യ ടുഡേയുടെ രാഹുൽ കൺവൽ. ഇത് BJP ക്രിമിനൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ മേധാവി അമിത് മാളവിയ. ഇവിടെ അവർ ട്രംപിനെതിരെയുള്ള ആക്രമണത്തിന്മേൽ ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ വെച്ച് അമിത് മാളവിയ പറഞ്ഞത് സുബോധമുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. And before the Congress claims that their own leaders have got assassinated, I want to remind them that they were assassinated for political decisions that they took. ഇവിടെ അമിത് മാളവിയ പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കൾ അവരുടെ നേതാക്കൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനു മുൻപ് ഞാൻ പറയട്ടെ, അവർ കൊല്ലപ്പെട്ടത് അവരെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ കാരണമാണ് എന്ന്. എന്ത് മനസാക്ഷിയാണ് ഇയാൾക്കുള്ളത് എന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാവില്ല. എങ്ങനെയാണ് ഇയാൾക്ക് മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കൊലപാതകത്തെ ഇങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ഓക്കെ, ഇയാൾ BJPയുടെ നാണംകെട്ട ന്യായീകരണ തൊഴിലാളിയാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു മാധ്യമപ്രവർത്തകനായിരിക്കേണ്ട രാഹുൽ കൺവൽ അയാൾ ഇത് കേട്ട് ഒന്നും പ്രതികരിക്കാതെ, അതിലൊന്നും ഇടപെടാതെ, ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പോലും പറയാതെ വായുമടച്ച് കേട്ടിരിക്കുക എന്ന് വെച്ചാൽ ഇവൻ എവിടെ നിന്നാണ് പത്രപ്രവർത്തനം പഠിച്ചത്? സ്വബോധമുള്ള ആരും ഈ പ്രസ്താവന എതിർക്കേണ്ടതല്ലേ? ഇയാൾ വെറുതെ മിണ്ടാതിരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇയാൾ അമിത് മാളവിയ പറഞ്ഞത് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. രാഹുൽ കൺവൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കൾ അവരുടെ സ്വന്തം നേതാക്കൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, അവരെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിലാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്ന് ഡബിൾ കോട്ട്സിൽ ട്വീറ്റ് ചെയ്തിട്ട് അമിത് മാളവിയ പറഞ്ഞു എന്ന് ഒരു ഡിസ്ക്ലൈമർ പോലും ഇല്ലാതെ. മിനിമം അമിത് മാളവിയ പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്നെങ്കിലും ഒരു ഡിസ്ക്ലൈമർ ചെയ്തതിനു ശേഷം ട്വീറ്റ് ചെയ്താൽ അതിനൊരു മര്യാദയുണ്ട്. അമിത് മാളവിയ ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ടും ഒരു BJP നേതാവും അത് തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല. മാത്രവുമല്ല, രാഹുൽ കൺവലിനോട് ഈ ട്വീറ്റ് നീക്കം ചെയ്യണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും അത് പിൻവലിക്കാൻ തയ്യാറായില്ല. എത്ര നിർലജ്ജവും നിന്ദ്യവുമാണെന്ന് ഓർക്കണം. അമിത് മാളവിയുടെ ഈ വാക്കുകൾക്കെതിരെയും രാഹുൽ കൺവലിന്റെ ഈ ട്വീറ്റിനെതിരെയും സുബോധമുള്ള എല്ലാവരും രംഗത്തെത്തി. BJP പ്രസിഡന്റ് JP നഡ്ഡയ്ക്ക് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് ടാണ്ടൻ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, എഡിറ്റേഴ്സ് ഗിൽഡ്, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ, IWPC, മറ്റു മാധ്യമ സംഘടനകൾ എന്നിവർ ഇതിനെ അപലപിച്ചുകൊണ്ട് ഉടനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ച അമിത് മാളവിയയ്ക്കും അതിനുള്ള അവസരമൊരുക്കിക്കൊടുത്ത ഇന്ത്യ ടുഡേക്കുമെതിരെ BJPയോ ഇന്ത്യ ടുഡേയോ ഈ പറഞ്ഞ വാക്കുകളിൽ തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉടനെ തന്നെ വളരെയധികം ആൾക്കാർ, കോൺഗ്രസുകാർ എല്ലാവരും രാഹുൽ കൺവലിനെ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു ഖേദപ്രകടനവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനമെടുത്തു. ഇനി മുതൽ രാഹുൽ കൺവലിന്റെ ഒരു പരിപാടിക്കും കോൺഗ്രസിന്റെ വക്താക്കൾ ആരും പങ്കെടുക്കുകയില്ല എന്ന്. എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെയും ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ച രാജീവ് ഗാന്ധിയുടെയും കൊലപാതകത്തെ ഇത്തരത്തിൽ നിന്ദ്യമായി ന്യായീകരിക്കാൻ ഏത് ചിന്താധാരയുടെ പേരിലാണെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുക എങ്ങനെയെന്ന്